ഈ അധ്യായത്തിലെ ആറാം അധ്യായത്തിലെ മൊത്തമായി വായിക്കുമ്പോൾ നമുക്കൊത്തിരി പാഠങ്ങൾ അത് പറഞ്ഞു തരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനാഭാഗമായിരുന്നു അതിൻ്റെ തുടക്കം. അവിടെ കർത്താവ് പിതൃഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെക്കാർ അവനെ പുച്ഛത്തോടെ കാണുന്നതായ കാഴ്ചയാണ്. അവിടെ അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണുന്നു. ഇതിൻ്റെ രീതി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവ് പിതൃനഗരത്തിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാലുമ്പോൾ കർത്താവ് മിണ്ടാതെ ഇരിക്കുകയല്ല. എനിക്ക് നിങ്ങൾക്കും ദൈവാശ്രയത്തോട് ചെയ്യുന്നവർക്ക് ഒരു പാഠമാണ് അവിടെ കാണുന്നത്. അവിടെ കർത്താവ് പിന്നെ ചെയ്യുന്നത് ആദ്യമായി തൻ്റെ ശിഷ്യന്മാരെ ഈ രണ്ടായിട്ട് സുവിശേഷ വേലയ്ക്ക് അയക്കുക. അവരെ ഈ രണ്ടായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും പറഞ്ഞു വിടുക. കർത്താവ് പിതൃനഗരത്തിൽ കിട്ടിയ പ്രശ്നത്തിന്റെ പേരിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല. ഈ രണ്ടുപേരെ വിട്ടിട്ട് അവിടെ ഭയങ്കരമായ അത്ഭുത പ്രവർത്തനങ്ങൾ, രോഗികളെ സൗഖ്യമാക്കൽ അവർ വന്ന് പറയുന്നുണ്ട്. വേറെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആകാശത്തിന് പിശാച് വീഴുന്ന കാഴ്ച കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല, ഇതിനേക്കാൾ വൻ കാര്യങ്ങൾ നിങ്ങൾ കാണും എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ജനം ഭയങ്കരമായി അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ടാണ് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും കൂടെ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നു. 5000 പുരുഷന്മാർ പ്ലസ് സ്ത്രീകൾ പ്ലസ് കുഞ്ഞുങ്ങൾ, അത്രയും പേർക്കുള്ള ഭക്ഷണം അവിടെ ഒരുക്കി കൊടുക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത്. ഈ തുടക്കം അധ്യായത്തിൽ പറയുന്നത് അവിശ്വാസത്തിന്റെ ഒരു കൂത്തരങ്ങാണ്. പിന്നെ കാണുന്നത് അത്ഭുത പ്രവർത്തനങ്ങൾ. ഇത് എല്ലാം ചെയ്ത ശിഷ്യന്മാർ, ഇതെല്ലാം കണ്ടതാ. കർത്താവിനകത്ത് രോഗസൗഖ്യമാക്കിയതൊക്കെയാണ്. അവരോട് അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവിടെ കടലിൽ പ്രതികൂലതകൾ ഉണ്ടായപ്പോൾ അവരവിടെ ആശങ്കാകുലരാകുകയാണ്. അവർ ഭയപ്പെടുകയാണ്. അവർ രക്ഷിതാവ് അടുത്ത് വരുമ്പോൾ അവരുടെ കണ്ണ് ഭയത്താൽ മറയ്ക്കപ്പെട്ടിരുന്നുകൊണ്ട് തങ്ങളുടെ ഗുരുവിനെ കാണാൻ കഴിയാതെ പോവുകയും പിന്നെ പറ്റുന്ന എന്താണ്, പിശാചാണെന്ന് വിചാരിക്കും. രക്ഷിതാവിനെ പിശാചാണെന്ന് കാണുകയും ചെയ്യാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ഞാനാകട്ടോ. മൂന്നാമത്തേതാണ് കർത്താവ് അക്കരെ ചെന്നപ്പോൾ അവിടുത്തെ വാക്ക് നിങ്ങൾ പ്രത്യേകം വായിക്കണം. അവർ അവനെ തിരിച്ചറിഞ്ഞു. ഇത് കുടുംബത്തിലും സമൂഹത്തിലും ഇടവകളിലും സഭയിലും സമൂഹത്തിലും ഉണ്ടാവേണ്ട 3 പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ അടുത്തിടെ ഒരു സ്നേഹിതൻ ഒരു കഥ എനിക്ക് അയച്ചു. കഥയല്ല, സംഭവം, ടൈറ്റാനിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. അവിടെ എഴുതിയിരിക്കുന്നു ഇപ്രകാരം: ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് 7 കിലോമീറ്റർ അപ്പുറേ ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പൽ അത്യാവശ്യം നിയമവിരുദ്ധമായ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. ഇവിടെ അവർ ടൈറ്റാനിക്കിലെ വേദനയും നിലവിളിയും കേട്ടിട്ട് ഇവർ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് അവർ എതിർ ദിശയിലേക്ക് പോവുകയാണ്. അപായ സൈറൻ കേട്ടിട്ട് അങ്ങോട്ട് പോകാതെ അങ്ങോട്ട് പോവുക. രണ്ടാമതൊരു കപ്പലിനെ കുറിച്ച് പറയുന്നു. 14 കിലോമീറ്റർ അപ്പുറേ ഒരു കപ്പലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പേരുണ്ട് കേട്ടോ, ഞാനത് പറയാത്ത, നിങ്ങൾ ഓർക്കാനും സാധ്യതയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മയും വരുമല്ലോ. ആ കപ്പല് അവിടെ നോക്കിയപ്പോൾ കപ്പിത്താൻ ഈ സൈറൻ വിളിയെല്ലാം കേട്ടപ്പോൾ നോക്കിയപ്പോൾ കപ്പൽ മറിഞ്ഞതിൻ്റെ ഇതുകൊണ്ടൊക്കെ ആവാം, അവിടെ മഞ്ഞുപാളികളുടെ ആ ഒരു പ്രളയത്തിൽ കപ്പലിൽ നിന്നുള്ള പ്രകാശം പ്രതിധ്വനിച്ച് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അവരോർത്ത് എന്തിനാ പൊല്ലാപ്പിന് പോകുന്നത്, എന്തിനാണ് ഇതിന് മുമ്പിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവരും വഴി മാറിപ്പോയി. മൂന്നാമത്തെ കൂട്ടരുണ്ട്. അവരെ 58 കിലോമീറ്റർ അകലെ വെച്ച് അവരിത് കേട്ടു. കരച്ചിലും നിലവിളിയും സൈറനും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ അതിന്റെ കപ്പിത്താൻ മുട്ടുമേൽ മുത്തി പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അയാൾ ഒരു തീരുമാനമെടുത്തു. ജോലിക്കാരോട് പറഞ്ഞു, നമുക്കങ്ങോട്ട് പോവാം. അവരവിടെ ചെന്ന് 700 പേരെ ആത്മാക്കളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. കർത്താവിനാൽ അനുഗ്രഹീതരെ, യെരൂശലേം പിതൃനഗരത്തിലുള്ളവർ ഒന്നാമത്തെ കപ്പലിലെ ആൾക്കാരെ പോരാ.
പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കർത്താവിൻ്റെ വരവിനായ കർത്താവ് ഒരുക്കിയതായ യഹൂദ മതപ്രമാണികളും പണ്ഡിതന്മാരും ഒക്കെ അവിടെ അവരുടെ താൽക്കാലിക സുഖത്തിൽ അവരുടെ താൽക്കാലികമായ കാര്യങ്ങളിൽ അമഗ്നരായിരിക്കുകയായിരുന്നു. അവർക്ക് അവരുടെ ചുമതലയെക്കുറിച്ച് ഒഴിവില്ലാത്ത കർത്താവ് നല്ല ശമരക്കാരുടെ മുമ്പിൽ പറയുന്നില്ല കൊള്ളക്കാരുടെ കാര്യം. കൊള്ളക്കാരുടെ സാന്നിധ്യത്തിൽ അവരവിടെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യാതെ. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമുണ്ടോ? ഇരുന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കണം. ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്നതായ പ്രവൃത്തി ചെയ്യാതെ അത് കൊള്ളിവെപ്പും നടത്തി മറ്റുള്ളവരെ ദ്രോഹിച്ച് വേദനിപ്പിച്ച് കഴിയുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കൂട്ടർ നോക്കി പുണ്യശിഷ്യന്മാരാണ്, അരുമശിഷ്യന്മാരാണ്. പകലന്തിയോളം ദിവസങ്ങളോളം കർത്തനാമത്തിൽ ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയവർ. അവർക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കിനും അവർക്ക് കണ്ണ് അന്താളിച്ചു പോകുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് മറന്നുപോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭയത്തിന് അടിമകളാകുകയാണ്. രണ്ടാമത്തെ കപ്പലും അത് തന്നെയല്ലേ, മഞ്ഞുവാളികളുടെ പ്രളയം, അതിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന പ്രകാശത്തിന്റെ പ്രളയം, അതിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നേക്കുമെന്ന് പറഞ്ഞ് അവർ ഭയത്തിന് അടിമകളായി മാറിപ്പോവുകയാണ്. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ നമ്മൾ അങ്ങനെയല്ലേ? ഒരു നല്ല 75% നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞു പ്രതിസന്ധി വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട എന്ന് പറഞ്ഞ ദൈവത്തെ ഞാനും നിങ്ങളും മറന്നു പോകുന്നു. ബേൽസബൂൽ എന്ന് വെച്ചാൽ ബേൽസബൂൽ 2 വാക്ക് ഞാൻ പറഞ്ഞത് പണ്ട്. ഒന്നിന്റെ അർത്ഥം ഈച്ചകളുടെ രാജാവാണെന്ന്. എൻ്റെ ഈ 2 കൈയും എന്തെങ്കിലും സംഗതികളാ നിറഞ്ഞിരിക്കും. ഒരു ഈച്ച മൂക്കയിലും വായിലും വന്നിരുന്നാൽ എന്ത് ചെയ്യും? അതുപോലെ ഒരു കുഞ്ഞ് ഈച്ച മതി നമ്മുടെ ശല്യം കെടുത്തുവാൻ, സ്വസ്ഥത കെടുത്തുവാൻ. പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യം ഞാൻ നിങ്ങൾ ഓർക്കണം. അദ്ദേഹം പോകുന്ന വഴിക്ക് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശാനമൂലൻ വന്നടിച്ചു. പക്ഷെ പൗലോസ് ശ്ലീഹ അതിൽ ഭയപ്പെട്ടില്ല, കൂടെയുള്ളവർ ഭയപ്പെട്ടു. ചിലപ്പോൾ നമ്മളെ ചുറ്റും ഈശാനമൂലന്മാരും ഈ ഈച്ചയെ പോലെയുള്ള പിശാചുക്കളുടെ കൂട്ടത്തിലുള്ളവർ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയേക്കാം. അവിടെ തളരുകയല്ല, ഭ്രമിക്കുകയല്ല വേണ്ടത്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, ഭ്രമിച്ചു പോകും. ശക്തനായ ഏലിയാ പ്രവാചകൻ പോലും ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയി കിടന്ന് പറഞ്ഞു ചത്തേച്ചാ മതി. പക്ഷേ അദ്ദേഹം പിന്നത്തേതിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് അതിന്റെ പുറകെ പോകുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, ശിഷ്യന്മാരുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും പകലന്തിയോളം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച, കർത്താവിന്റെ വൻകാര്യങ്ങൾ പ്രവർത്തിച്ച അവരെന്തേ കർത്താവിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞില്ല എന്ന്. അതിന്റെ പിൻഗാമികളാണ് ഞാൻ നിങ്ങളെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മൂന്നാമത്തെ കൂട്ടർ ശ്രദ്ധിക്കുകയും കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞു. അവർ അവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അവർ പ്രാപിക്കുന്നുണ്ട്, ഒത്തിരിയേറെ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. മാത്രമല്ല ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം ആൾക്കാരെ അയച്ച് രോഗികളെ കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ കപ്പലും അതല്ലേ ചെയ്ത് 700 പേരെ രക്ഷപ്പെടുത്തി. മറ്റു 2 കപ്പലും മനസ്സ് വെച്ചിരുന്നെങ്കിൽ എത്തോരും പേരെ രക്ഷിക്കാമായിരുന്നു. എൻ്റെ നിങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങൾക്കും പ്രതിസന്ധികളുടെ മുമ്പേ പ്രവർത്തനത്തിന് അവസരം തരുമ്പോൾ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ വിളിച്ചവന്റെ വിളിക്ക് അനുസരണമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ഒരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചാർത്തും മക്കളപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ.